നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആരോടും അധികം മിണ്ടാട്ടമില്ല. മാധ്യമങ്ങളെ കാണാനേ താല്പര്യപ്പെടുന്നില്ല. ആകെ തളർന്ന് പിണറായി വിജയൻ 10 വർഷക്കാലം മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറി ജനങ്ങളെ വെല്ലുവിളിച്ച് ആരാടാ എന്താടാ ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടടാ ശൈലിയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വായിൽ നാക്കുണ്ടോ എന്ന് തപ്പി നോക്കണം. അധികാരത്തിന്റെ അലങ്കാരങ്ങളൊന്നുമില്ലാത്തത് പിണറായിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. 40 വണ്ടി പോലീസിന്റെ അകമ്പടിയോ ചുറ്റും ഗൺമാന്മാരോ കരിമ്പൂച്ചകളോ ഇല്ലാത്തതും പിണറായിയെ അസ്വസ്ഥമാക്കുന്നു. ഇതുവരെ മുഖ്യമന്ത്രി എന്നായിരുന്നു തലക്കെട്ട്. ഇനി മുതൽ CPM നേതാവ് പിണറായി എന്നാകും ചാനലുകളിലെയും പത്രങ്ങളിലെയും തലക്കെട്ട്. ഇതൊക്കെ പിണറായിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അധികാരം പിണറായിയെ വല്ലാതെ ഭ്രമിപ്പിച്ചിരുന്നു. ചെങ്കോലും കിരീടവും അഴിച്ചു വെക്കേണ്ടി വന്നത് പിണറായിയുടെ സമനില തെറ്റിക്കുന്നുണ്ട്. CM കാറിൽ വന്നിറങ്ങിയ പിണറായി ഇനി MLA ബോർഡ് വെച്ച കാറിൽ സഞ്ചരിക്കണം. അങ്ങനെ 10 വർഷക്കാലത്തെ മേലങ്കികളെല്ലാം പൂർണ്ണമായും അഴിച്ചുവെച്ച് ഒരു മൂലയ്ക്ക് ഒതുങ്ങേണ്ടി വരുന്നതിന്റെ വീർപ്പുമുട്ടലിലാണ് പിണറായി വിജയൻ ഉള്ളത്. തോൽവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുന്നത് അതിലേറെ സ്വസ്ഥതക്കേടാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പിണറായി. മുന്നിലിരിക്കുന്നത് പിണറായി ആണെന്ന് പാർട്ടിക്കാർ വകവയ്ക്കുന്നതേയില്ല. വായിൽ വരുന്നതൊക്കെ എല്ലാവരും വിളിച്ചു കൂവുന്നു. പിണറായി പ്രതിപക്ഷ നേതാവ് കസേരയിൽ പോയി ചടഞ്ഞിരിക്കുമോ എന്ന് എല്ലാവരിലും ഒരു ഭയമുണ്ട്. അപകടം മണത്ത് CPM നേതാക്കൾ ഒരു മുഴം മുന്നേ എറിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കണമെന്ന് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കസേരയിൽ ഇരിക്കാൻ പിണറായിക്ക് എങ്ങനെ അതിന് സാധിക്കുമോ? ഇതുവരെ താൻ ഭരിച്ചിരുന്ന സഭ, തൻ്റെ ഇരിപ്പിടം, അതൊക്കെ കാർന്നോരെ അസ്വസ്ഥമാക്കും. കഴിവതും അനാരോഗ്യത്തിന്റെ കാരണം പറഞ്ഞ് സഭയിൽ എത്താതിരിക്കും. സഭയിൽ എതിരാളികൾ എല്ലാവരും കൂടി എടുത്തിട്ട് പൊരിക്കുമെന്ന് പിണറായിക്ക് അറിയാം. UDFകാരെ അല്ല, വിമതരെ നേരിടാൻ പിണറായിക്ക് വയ്യ. KK രമ, G സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ ഇവരൊക്കെ സഭയിലെത്തിയാൽ പിണറായിക്ക് സഭയിൽ ഇരിക്കാൻ വല്ലാതെ പൊള്ളും. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഉള്ളത്. മുന്നണിയിൽ നാണം കെട്ടി നിൽക്കുകയാണ് പിണറായി ഇപ്പോൾ. പഴയ പ്രതാപമൊന്നും അദ്ദേഹത്തിനില്ല. എല്ലാവരും എടുത്തിട്ട് കൊട്ടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ ശൈലി മാറ്റണം എന്ന ആവശ്യവുമായി CPM രംഗത്ത് വന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച ചേർന്ന LDF യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കടുത്ത നിലപാടെടുത്തു. ഭരണവിരുദ്ധ വികാരത്തേക്കാൾ ഭരണ നേതൃത്വത്തിനെതിരെയുള്ള ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ അലയടിച്ചതെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പിന്നാലെയാണ് മുന്നണി യോഗത്തിൽ ബിനോയ് വിശ്വം ആവശ്യം കടുപ്പിച്ചത്. LDFന് കനത്ത ക്ഷീണമുണ്ടാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു. 3 സീറ്റുകൾ നേടി BJP മുന്നേറ്റമുണ്ടാക്കി. ഈ വളർച്ച ചെറുതായി കാണാനാവില്ല. തിരുത്തേണ്ടത് തിരുത്തി തന്നെ LDF മുന്നോട്ട് പോകണം. പിണറായി വിജയനോട് യോജിക്കാനും വിയോജിക്കാനും ഒക്കെ വ്യക്തിപരമായി സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പൊതുവെയുള്ള അവസ്ഥ അങ്ങനെയല്ല. അതിനാൽ പിണറായി ശൈലി മാറ്റണമെന്നും ജനഹിതമായ ശൈലി സ്വീകരിക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കാർന്നോര് എല്ലാ ധാർഷ്ട്യവും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ജനങ്ങൾക്കിടയിലേക്ക് സാധാരണക്കാരനെ പോലെ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന്. അതിന് കഴിവില്ലെങ്കിൽ വീട്ടിൽ പോയി കുത്തിയിരുന്നോ എന്നാണ് CPIയും പറയുന്നത്. പിണറായിക്ക് ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല. വരുന്നവരും പോകുന്നവരും എല്ലാം എടുത്ത് എയറിൽ കയറ്റുന്ന ഒരവസ്ഥ. ഇതുവരെ കാരണഭൂതനും ക്യാപ്റ്റനും ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യനെ ഇന്നിപ്പോൾ സ്വന്തം കൂട്ടത്തിലുള്ളവർ തന്നെ വലിച്ചു കീറുന്നു. ഇതൊന്നും കണ്ടും കേട്ടും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിണറായി നിൽക്കുന്നു. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലും പിണറായിയെ കൊണ്ടിരുത്താൻ ചരട് വലിക്കുന്നുണ്ട് പിണറായി അനുകൂലികൾ. അവർക്കിപ്പോഴും പിണറായി ക്യാപ്റ്റൻ തന്നെയാണ്. പാർട്ടിയിലെ അധികാരത്തിന്റെ കടിഞ്ഞാൺ പിണറായിയുടെ കയ്യിൽ നിന്ന് പോകരുതെന്നാണ് അവരുടെ ആവശ്യം. കാരണം വീണ്ടും ഒന്ന് കൊഴുത്ത് പുളച്ച് മതിക്കണം. പ്രതിപക്ഷ കസേരയെങ്കിൽ പ്രതിപക്ഷ കസേര, അവിടെ പ്രതിപക്ഷ നേതാവായി പിണറായി ഇരിക്കണമെന്ന് പിണറായി കൂട്ടർ വല്ലാതെ വാശി പിടിക്കുമ്പോൾ മറ്റാരുടെ കയ്യിലേക്കും ഈ പാർട്ടിയുടെ ഭരണം പോകരുത് എന്ന് അവർ ഇപ്പോഴും ധാർഷ്ട്യം കാണിക്കുകയാണ്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം CPM പ്രതിപക്ഷ നിരയിലേക്ക് പിന്തള്ളപ്പെട്ടതോടെ പാർട്ടിയിൽ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് അന്ത്യമാകുകയാണ്. പരാജയപ്പെട്ടെങ്കിലും പ്രതിപക്ഷ നേതാവായി സഭയിൽ തുടരാമെന്ന പിണറായിയുടെയും ഔദ്യോഗിക പക്ഷത്തിന്റെയും മോഹങ്ങൾക്ക് കടുത്ത തിരിച്ചടി നൽകിക്കൊണ്ട് CPM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ രംഗത്ത് വന്നിരുന്നു.
പ്രതിപക്ഷ നേതാവിനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കേട്ടതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കൂ എന്നും ബേബി വ്യക്തമാക്കി. ഇവിടെയാണ് നമ്മൾ മുൻപ് പറഞ്ഞ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളെ മാത്രമേ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുത്തൂ എന്നുള്ള ആവശ്യം ഉയർന്നു വന്നത് നമ്മൾ കാണേണ്ടത്. അതായത് എല്ലാവർക്കും സ്വീകാര്യൻ. പിണറായി അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യനല്ല. പിണറായി ഫാൻസിന് മാത്രമാണ് പിണറായി സ്വീകാര്യനായിട്ടുള്ളത്. പിണറായിയുടെ ധാർഷ്ട്യം അതേപോലെ നിലനിൽക്കണമെന്ന് പാർട്ടിയിലെ ഒരു കൂട്ടർക്കും മാത്രമാണ് താല്പര്യമുള്ളത്. എന്നാൽ ആ ഒരു രീതി ഉടച്ചു വാർക്കുമെന്ന് തന്നെയാണ് എം.എ. ബേബി പറയുന്നത്. അങ്ങനെ കൊടിവെച്ച കാറും ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസും നേടാമെന്ന പിണറായി വിജയന്റെയും കൂട്ടരുടെയും കണക്കുകൂട്ടലുകൾ പാളുകയാണ്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ രാത്രി വൈകുവോളം നീണ്ട ചർച്ചകളിൽ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ജനവികാരം മനസ്സിലാക്കാതെയും അണികളുടെ ആശങ്കകൾ കേൾക്കാതെയും മുന്നോട്ടു പോയതാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി കഴിഞ്ഞു. അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കാണാൻ വിസമ്മതിച്ച MV ഗോവിന്ദന് പകരം എം.എ. ബേബി പാർട്ടിയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തത് പുതിയൊരു അധികാര കേന്ദ്രത്തിന്റെ ഉദയമായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. തോൽവി ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കരുതെന്നും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തിരുത്തണമെന്നും ബേബി കർശന നിർദ്ദേശം നൽകി. ഇതുവരെ എം.എ. ബേബിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ വെട്ടി ഒതുക്കി പിണറായി വെച്ചിരുന്നവരാരൊക്കെയാണോ അവരൊക്കെ അതിശക്തമായി രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കുമെന്ന വികാരം ഒരു വിഭാഗം നേതാക്കൾക്കിടയിലുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിലുണ്ടായ ഭരണവിരുദ്ധ വികാരമാണ് പാർട്ടിയെ 35 സീറ്റുകളിലേക്ക് ഒതുക്കിയത്. ഇതേ വ്യക്തി തന്നെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഇവരുടെ വാദം. പാർലമെന്ററി നേതൃത്വത്തിലും പുതിയ മുഖം വേണമെന്ന ആവശ്യം ശക്തമാണ്. അടിത്തറ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് CPM ഉള്ളതെന്ന് നേതൃത്വം ഗൗരവമായി തിരിച്ചറിയണം. കണ്ണൂരിലെ വിഭാഗീയതയും വ്യക്തിപൂജയും പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചകളും ഇതിന് കാരണമായി. ജനങ്ങളിൽ നിന്നൊറ്റപ്പെട്ട നേതാക്കളെ താങ്ങി നടക്കുന്നത് പാർട്ടിയെ ബംഗാൾ മോഡൽ നാശത്തിലേക്ക് നയിക്കുമെന്ന് സെക്രട്ടേറിയറ്റിൽ മുന്നറിയിപ്പ് ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് സഖാക്കൾക്ക് തുറന്നടിക്കാം എന്ന നയം എം.എ. ബേബിയും സ്വീകരിച്ചിരിക്കുന്നത്. മെയ് ജൂൺ മാസങ്ങളിലായി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും വിളിച്ചു ചേർത്ത് പ്രവർത്തകരുടെ അഭിപ്രായം കേൾക്കും. പിണറായി വിജയന്റെ ക്യാപ്റ്റൻ ഇമേജിന് സംഭവിച്ച തകർച്ച പ്രവർത്തകർ എങ്ങനെ കാണുന്നു എന്നത് നിർണായകമാകും. സാധാരണ നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞവർ പ്രതിപക്ഷ നേതാവാകുന്നത് പതിവാണെങ്കിലും ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം നേരിട്ട ഒരാൾക്ക് ആ പദവി നൽകുന്നതിനെതിരെ താഴെത്തട്ടിൽ പ്രതിഷേധം രൂക്ഷമാണ്. പ്രതിപക്ഷ നേതാവിനുള്ള ക്യാബിനറ്റ് പദവി വഴി സുരക്ഷാ അകമ്പടിയും ഔദ്യോഗിക സൗകര്യങ്ങളും നിലനിർത്താൻ പിണറായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം ഇത് തടയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അമിതമായ അധികാര കേന്ദ്രീകരണം പാർട്ടിയെ തകർത്തു എന്ന വികാരമാണ് P. ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും ഉള്ളത്. കണ്ണൂരിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതും തോൽവിക്ക് ആക്കം കൂട്ടി. മുൻ ധനമന്ത്രി KN ബാലഗോപാലിനെ പോലെയുള്ള സൗമ്യനായ ഒരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന വാദവും സജീവമാണ്. സഭയിൽ സർക്കാരിനെ നേരിടാൻ പിണറായിയുടെ ശൈലിയല്ല, മറിച്ച് വസ്തുതകൾ നിരത്തിയുള്ള പോരാട്ടമാണ് വേണ്ടത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. എം.എ. ബേബി സ്വീകരിച്ച കർക്കശമായ നിലപാട് പിണറായി വിജയന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഏകപക്ഷീയമായ സ്വാധീനം നഷ്ടപ്പെട്ടതിന്റെ സൂചന തന്നെയാണ്. അതായത് പിണറായി ഒരു തരത്തിലും ഇനി തല പൊക്കാൻ കഴിയാത്ത വിധം പാർട്ടിയും അടിച്ചൊതുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ അധികാര ചിഹ്നങ്ങളും പിണറായിയിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഇനി ഒരു സാധാരണ നേതാവ് അത് മാത്രമാണ് പിണറായിക്ക് ചാർത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പിണറായിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി ഇപ്പോൾ മൗനം പാലിക്കുന്നതും അധികം ആരോടും സംസാരിക്കാതെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് ഒരു മൂലയ്ക്ക്. ഇതുവരെ പിണറായി കടക്കുപുറത്ത് വീട്ടിൽ പോയി ചോദിക്ക് പരനാറി എന്നൊക്കെ പറഞ്ഞ് കളം നിറഞ്ഞത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഒരക്ഷരം പോലും പ്രതികരിക്കാത്ത പിണറായിയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി എവിടെയാണ് എന്ന് പോലും പലർക്കും അറിയില്ല. തിരുവനന്തപുരത്തുണ്ടോ അതോ കണ്ണൂരിലാണോ? ഒരു വാർത്തകളും പുറത്തേക്ക് വരുന്നില്ല. 10 വർഷക്കാലം ചാനലിലും പത്രത്തിലും എല്ലാം നിറഞ്ഞിരുന്നത് പിണറായിയാണ്. പിണറായിയുടെ തല ഫുൾ ഫിഗർ അത് മുഴുവൻ മാറിയിരിക്കുന്നു. ഇതൊന്നും പിണറായിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. താഴെ തട്ടിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണമാണ് എം.എ. ബേബി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഞങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കാൻ മടിക്കേണ്ടതില്ല എന്ന ബേബിയുടെ നിലപാട് പാർട്ടിയിൽ പുതിയ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്.
സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചകൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയിലേക്കും താഴേക്കും എത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിച്ചിരുന്നവർക്കെതിരെയുള്ള രോഷം ഈ യോഗങ്ങളിൽ അണ പൊട്ടി ഒഴുകും. അച്ചടക്കത്തിന്റെ പേരിൽ ഇനി ആരെയും വായടപ്പിക്കാൻ കഴിയില്ല എന്ന സന്ദേശം തന്നെയാണ് MA ബേബിയുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പ്രതികരണവുമായി പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിലൊന്നും എത്താൻ പിണറായി തയ്യാറായിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർ പ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലും LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മൂന്നാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടെങ്കിലും വലിയൊരു ജനവിഭാഗം LDFനൊപ്പം ഉറച്ചു നിന്നുവെന്നത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ 10 വർഷത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നത് നിസ്സംശയമാണ്. അവ നിലച്ചു പോകാതിരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായ ജനജാഗ്രത തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട്. നവകേരള നിർമ്മാണത്തിനായി LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിജ്ഞാന, സമ്പദ്വ്യവസ്ഥ, യുവജന തൊഴിൽ, സാമൂഹ്യനീതി, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം ഇവയെല്ലാം ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായവയാണ്. അവ നടപ്പിലാക്കുന്നതിനായി പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കും. അതേസമയം ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. കേരളത്തിന്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നത് LDFന്റെ അടിസ്ഥാന നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടന്നു എന്നത് മുൻപും പറഞ്ഞതാണ്. അതിൽ ചില മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അർദ്ധസത്യങ്ങളെയും അതിശയോക്തികളെയും വാസ്തവ വിരുദ്ധ പ്രചാരണങ്ങളെയും ആശ്രയിച്ച അവതരണങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമല്ല. എങ്കിലും ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് പ്രധാനമെന്ന് LDF വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കുവാനും എല്ലാ സഖാക്കളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ തുറന്ന പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ നിന്നും സഖാക്കളിൽ നിന്നും ഉയരുന്ന ആശങ്കകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവ ബുദ്ധ്യാ പരിശോധിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കും. LDFന് വേണ്ടി 10,000-കണക്കിന് പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അഹോരാത്രം ഏറ്റെടുത്തത്. അവരെ ആകെ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളെ എതിർത്ത ശക്തികൾ, UDF, BJP, ചില മാധ്യമങ്ങളുടെ നിലപാട് ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഫലമുണ്ടായത്. അരാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേന്ദ്രങ്ങളുടെ തെറ്റായ പ്രചാരണത്തിലും ചിലരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവരെയൊക്കെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഗൗരവമായ ശ്രമം ഉണ്ടാകും. ഇങ്ങനെ നീളുന്നുണ്ട് പിണറായി പങ്കുവച്ച ആ ഒരു പോസ്റ്റ്. പക്ഷെ അപ്പോഴും അതിലെവിടെ ഒരിടത്തു പോലും തനിക്ക് പറ്റിയ ഒരു തെറ്റ് തുറന്നു പറയാനോ ജനങ്ങളോടോ പാർട്ടിയോടോ ക്ഷമ ചോദിക്കാനോ പിണറായി തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ പടച്ചുവിട്ട ചില വാർത്തകളാണ് തങ്ങളെ തെറ്റായി ചിത്രീകരിച്ചത് എന്നൊക്കെയാണ് പിണറായി പറയുന്നത്. പിണറായി വിജയൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളെ ഈ 10 വർഷം ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു, ഇല്ല എന്ന് പറയുന്നില്ല. ഈ 10 വർഷം LDF സർക്കാരിൻ്റെ കാലത്ത് വികസന പ്രവർത്തനങ്ങളിൽ ബഹുദൂരം കേരളം മുന്നിലേക്ക് പോയിട്ടുണ്ട്. അതിനൊക്കെ LDFനോട് നന്ദി പറയുന്നുണ്ട്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട്, ആർജവമുള്ള മുഖ്യമന്ത്രിയോട് നന്ദി പറയുക തന്നെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. കാരണം അധികാരം കൊണ്ട് അഹങ്കരിച്ചതിൻ്റെ മറുപടിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തതിൻ്റെ വികാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി. ഇവിടെ ജനങ്ങൾ മാത്രമല്ല നിങ്ങളെ തോൽപ്പിച്ചത്, മനസ്സിലാക്കുക. ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ നിങ്ങളെ തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. നിങ്ങളിൽ നിന്ന്
പാർട്ടിയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി. ഈ പ്രസ്ഥാനം ഈ നാടിന് ആവശ്യമുള്ളതാണ്. കമ്മ്യൂണിസം, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം പിണറായി അല്ല. പിണറായി ഒരിക്കലും CPM അല്ല. ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനം. അങ്ങനെ ഒരു വ്യക്തിയിൽ ഒതുക്കാമെന്നും കരുതണ്ട. തെറ്റുകൾ കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഇറങ്ങും എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.